ഞാൻ ഈ ചെറുപ്പം മുതലേ ഈ മിനിയേച്ചേഴ്സ്, അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ വാഹനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നമ്മൾ പുറം രാജ്യങ്ങളിൽ കൂടുതൽ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി കൂടാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ കാരണം. നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ലംബോർഗിനിയുടെ ഒരു മോഡൽ കാറാണിത്. ഈ കാറിന് ഒരു പ്രത്യേകതയുണ്ട്. മാവിലായി സ്വദേശിയായ കെ സരിൻ ഉണ്ടാക്കിയതാണ് ഈ ലംബോർഗിനി. ഈ ലംബോർഗിനി എങ്ങനെ ഉണ്ടായി, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് സരിൻ പറയും. 4 കോടിക്ക് മുകളിലാണ് ലംബോർഗിനി കാറിൻ്റെ വില. നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാറാണ് ലംബോർഗിനി എന്ന് നമുക്ക് അറിയാം. നമ്മുടെ കേരളത്തിൻ്റെ നിരത്തുകളിൽ ഇത് അധികം കാണാറുമില്ല. ഈ സരിൻ ഈ വലിയൊരു വാഹന കമ്പക്കാരനാണ്. അങ്ങനെ സരിൻ ഉണ്ടാക്കിയ ആ കാറിൻ്റെ വിശേഷങ്ങളാണ് സരിൻ നമ്മളോട് പങ്കുവെക്കുന്നത്. സരിൻ, എങ്ങനെയാണ് ഈ കാർ ഉണ്ടായത്? കാർ ഉണ്ടായതെന്ന് പറയാൻ ചെറുപ്പം മുതലേ നമുക്ക് പൊതുവേ ഉള്ളതാണ് ബോയ്സിന് ഈ കാറുകളോടും വാഹനങ്ങളോടുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറുപ്പം മുതലേ ഈ മിനിയേച്ചേഴ്സ്, അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ വാഹനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് വലിയ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറാൻ നമ്മൾ ഈ യൂട്യൂബേഴ്സിനകത്തൊക്കെ നമ്മൾ പുറം രാജ്യങ്ങളിൽ കൂടുതൽ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി കൂടാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ കാരണം. അപ്പോൾ ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും 100% ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിനിയേച്ചർ ആക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും ചെയ്ത് തുടങ്ങാമെന്നുള്ള ഇത് വെച്ച് തുടങ്ങിയതാണ്. അപ്പം ഒരു വർഷം കൊണ്ട് ഏകദേശം ഈ ഒരു സാധനം ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്ത്. ഇത് ലംബോർഗിനിയാണ് ഇപ്പോൾ. ശരിക്കും ഇത് എന്ത് വാഹന? ആദ്യം ഇത് പറയാന്ന് വെച്ചാൽ നാനോൻ്റെ എൻജിൻ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. നാനോ ചെയ്യാനും കാരണമുണ്ട്. കാരണം നാനോൻ്റെ റിയർ വീലാണ് ഡ്രൈവ് വരുന്നത്, നാനോൻ്റെ എൻജിനും ബാക്ക് സൈഡിലാണ്. അതുകൊണ്ടാണ് ഈ നാനോൻ്റെ അകത്ത് ഈ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ കാരണം. എങ്ങനെ എന്നിട്ട് നാനോ പൊളിച്ചു, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേ? നാനോ ഞാൻ സ്ക്രാപ്പ് കണ്ടീഷനിൽ എടുത്തതാണ്. സ്ക്രാപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഒരു വർഷത്തേക്കുള്ളതായിരുന്നു. പിന്നീട് അത് ഞാൻ സ്ക്രാപ്പ് കണ്ടീഷൻ തന്നെ എന്താ പറയുക, ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഇളക്കി മാറ്റിയിട്ട് സ്ക്രാപ്പ് കൊടുത്ത് എൻജിൻ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് GIയിലും ഷീറ്റിലും കാര്യങ്ങളും ഫൈബറും ചെയ്തിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു കണ്ടീഷനിലാക്കി എടുത്ത്. ഈ മോഡൽ ഇത് ഏതാ മോഡൽ? ലംബോർഗിനി അവൻ്റഡോർ എന്ന് പറയുന്ന മോഡൽ. അവൻ്റഡോറിൻ്റെ സെയിം അതിൻ്റെ അതേ മോഡലിൽ തന്നെ ഇറക്കാൻ കഴിഞ്ഞു. നമുക്ക് കാണുന്ന ലുക്ക് വൈസ് നോക്കുമ്പം അത് തന്നെ അല്ലെങ്കിലും ഏകദേശം ആ ഒരു രൂപത്തിലാക്കി. അതായത് വീട്ടിലുണ്ട് ഇതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ. ആ മിനിയേച്ചർ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് കാണുന്ന വ്യൂവിൻ്റെ അകത്തുള്ള ആ ഒരു അളവും കാര്യങ്ങളും. വീൽ സൈസ് ഞാൻ ഇത് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് വീൽ സൈസ് ഞാൻ എടുത്ത്. പക്ഷേ അതിൻ്റെ അകത്തും കറക്റ്റ് അളവല്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ സാധനം ഇത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ കണ്ടവർ പറഞ്ഞത് ഇത് ഒറിജിനലിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലാണെന്നാണ് കണ്ടവർ പറഞ്ഞത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതിൻ്റെ അകത്ത് ഇപ്പം ഫൈബറിങ്ങും പിന്നെ മെറ്റലും GI പൈപ്പുകളും അങ്ങനത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു? വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു. ഈ സാധനങ്ങൾ എന്ന് പറയാൻ പണ്ടേ ഈ അച്ചാച്ചനുള്ള സമയത്തെ ഈ അച്ചാച്ചൻ എന്ന് പറയുന്ന വാച്ച് മെക്കാനിക്കായിരുന്നു. അപ്പോൾ ആ സമയത്തെ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് പണ്ട് ചെറുതിൽ മുതലേ സൈക്കിൾ റിപ്പയർ ചെയ്ത് അങ്ങനെ, പിന്നെ അത് ബൈക്കിൻ്റെ അകത്തേക്കായി, പിന്നെ അത് കാറിൻ്റെ അകത്തേക്കായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലെവൽ. ശരിക്കൊരു മോട്ടോർ മെക്കാനിക് ആണോ? അല്ല, ഞാൻ പഠിച്ചതെന്ന് പറയാൻ +2 കഴിഞ്ഞിട്ട് ITI. ഇപ്പോൾ ITIയിൽ ഇലക്ട്രോണിക്സ് പഠിച്ചതായിരുന്നു. പിന്നെ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ, അതായത് കണ്ണൂർ എൻ്റെ കുടുംബമുണ്ട്, അവിടെ മോട്ടോർ വൈൻഡിങ് ടൂൾസിൻ്റെ പ്രദീപ് TK പവർ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കണ്ണൂർ. അവിടെയായിരുന്നു ഒരു 3 വർഷത്തോളം. പഠിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ ജോലിയും, അതായത് 3.5 വരെ പഠിപ്പ്, അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ജോലിക്ക് പോകും. അങ്ങനെ ഇതന്നെ ടൂൾസിൻ്റെ സർവീസ്, ഡ്രില്ല്, കട്ടർ, ഗ്രൈൻഡർ, അതിൻ്റെ ടൂൾസിൻ്റെ സർവീസ്. അപ്പോൾ മെക്കാനിക്ക് പരമായിട്ട് കുറച്ചൊരു ഇത് വന്നത് അവിടെ എത്തിയപ്പോൾ, ഈ മോട്ടർ, ഈ വൈൻഡിങ് അതുമായിട്ട് ബന്ധം വന്നത് അവിടെ എത്തിയപ്പോൾ.
അങ്ങനെ. ഈ വാഹന മെക്കാനിക്കുമായി ഒരു ബന്ധവുമില്ല, വാഹന മെക്കാനിക്കായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ എന്തൊരു സാധനം കണ്ടു കഴിഞ്ഞാലും അത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും അത് അയച്ചു നോക്കും, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മൊത്തത്തിലൊരു വെൽഡിങ് കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ. എങ്ങനെയാണ് ഈ വെൽഡിങ്ങിൻ്റെ സംവിധാനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഒരുക്കോ? വീട്ടിൽ തന്നെ ഒരുക്കുക. അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷീറ്റ് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിൻ്റെ മേലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽഡിങ് പലതരത്തിലുണ്ട്. ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡ് ഉണ്ട്, ടിഗ് വെൽഡിംഗ് ഉണ്ട്, മിഗ് വെൽഡിംഗ് ഉണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അറിയുന്നത്. ഇത്രയും വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അന്നേരം അറിയും. അപ്പോൾ വേറെ വെൽഡിങ്ങും പഠിച്ചിട്ടില്ല? ഇല്ല, വെൽഡിങ്ങും പഠിച്ചിട്ടൊന്നുമില്ല. ഇതെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ആയതാണ്. അപ്പോൾ അങ്ങനെ വേറൊരു, അതായത് ഈ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുന്നേ ചക്കരക്കല്ലൊരു ഷോപ്പ് ഇതുണ്ടായിരുന്നു, ഓട്ടോൻ്റെ ഒക്കെ വെൽഡിങ്ങിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒക്കെ കണ്ടത്. എന്നിട്ടങ്ങനെ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ തിക്നെസ് എത്രത്തോളം എടുക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല ഈ ഒരു വണ്ടിക്ക്. ഈ സാധാരണ നോർമലി ഉള്ള വണ്ടികളെക്കാളും ഗേജ് കൂടിയ ഷീറ്റാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഉള്ളത് സാധാരണ പെട്ടെന്ന് ബെൻഡാകുന്നതും കത്തിപ്പോകുന്നതായിട്ടുള്ള ഷീറ്റുകളാണ് നമ്മൾ നോർമലി വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള, അതായത് ഈ ജീപ്പ്, ലോറി അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മെറ്റലാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ ആർക്ക് വെൽഡ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. സാധാരണ നോർമൽ വണ്ടികളുടെ അകത്ത് ആർക്ക് വെൽഡ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ കത്തിപ്പോകും ഷീറ്റ്. അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് ഉള്ള ഷീറ്റിൻ്റെ അകത്ത് എടുക്കാൻ കാരണം. പിന്നെ കുറേ ഭാഗം അങ്ങനെ ചെയ്ത്, പിന്നെ ഗ്യാപ്പ് വരുന്ന പോർഷനെല്ലാം ഗ്യാസ് ചെയ്യാണ്ട് വഴിയില്ല. എന്നിട്ടങ്ങനെ ഗ്യാസ് വെൽഡ് വാങ്ങിച്ച് ഇതിൻ്റെ ആവശ്യങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങി. ഈ ഷീറ്റും ഈ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി ഇൻറ്റീരിയേഴ്സും ഇതൊക്കെ എവിടുന്ന് വാങ്ങി? ഇത് ഷീറ്റ് കാര്യങ്ങൾ ഇവിടെ പെർളശ്ശേരി അവിടെ ഹാർഡ്വെയറിൽ നിന്ന് ഷീറ്റും കാര്യങ്ങളെടുത്ത് ഇതാക്കി. കുറേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇടക്കിടക്ക് പോകും, കാരണം ഇതെനിക്ക് അളവറിയില്ല. ഇത് ഓരോന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകും ഇത് പോരാ, ഇത് പോരാ. അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ചോദ്യം തുടങ്ങി, എന്തിനാണ് നീ ഇങ്ങനെ വാങ്ങിക്കുന്നത്, ഇതിങ്ങനെ ഇടക്കിടക്ക് വാങ്ങിക്കുന്നുണ്ടല്ലോ. അതും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയ ലെങ്ത്ത് പൈപ്പൊക്കെ വണ്ടിയുടെ അകത്ത്. അപ്പോൾ ഇത് വണ്ടിക്ക് പൈസ കൊടുക്കണം, പൈസ ചിലവുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഈ ഉണ്ടാക്കുന്ന പൈസ വെച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യല. ഇപ്പോൾ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നത് ടാറ്റു സ്റ്റുഡിയോ ആണ്. എവിടെയാണ് ടാറ്റു സ്റ്റുഡിയോ? പെർളശ്ശേരിയായിരുന്നു. അവിടുന്ന് കിട്ടുന്ന പൈസ തെച്ചും ഈ വണ്ടിയിലേക്ക് അങ്ങ് ഇടുവാണ്. വണ്ടിയിലേക്ക് ഇടുകയാണ്. ഒരു 1.5 വർഷത്തോളം സ്റ്റുഡിയോ ഇപ്പോൾ ഇട്ടിട്ടിപ്പോൾ 3 വർഷത്തോളമായി. അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ടങ്ങനെ അവിടെ നിന്ന് പൈസ കിട്ടുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, അവിടെ നിന്ന് പൈസ കിട്ടുന്നത് ഇതിൻ്റെ അകത്തേക്ക്. അത് തന്നെ. ഇപ്പോൾ ഈ വണ്ടി ഏതാണ്ട് 3-5 കോടിയോളം രൂപ ഒക്കെ വില വരുന്ന വണ്ടി, 4 കോടിക്ക് മുകളിലാണ് ലംബോർഗിനിയുടെ വില എന്ന് പറയുന്നത്. അടിസ്ഥാന വില തന്നെ അതിന് മുകളിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിക്ക് എത്ര പൈസയായി? ഇപ്പം നിലവിൽ എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഒരു 3.5 ലാക്ക് സംതിങ് ആയിട്ടുണ്ടാവും. 4 ലക്ഷത്തോളം. 4 ലക്ഷത്തിൻ്റെ ഉള്ളിൽ. ആദ്യമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു, ഇന്നതിന് ഇത്ര പൈസ, ഇന്നതിന് ഇത്ര പൈസ എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇത് ഡെയിലി ഇത് അവിടെ പോകുന്നു ഇവിടെ പോകുന്ന സാധനം വാങ്ങിക്കുന്ന ഇത് തന്നെ, ഇത് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ആയി കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ട് ഇപ്പോൾ 4 ലക്ഷത്തിന് 4 കോടിയുടെ വണ്ടിയായി. 4 ലക്ഷത്തിന് 4 കോടിയുടെ വണ്ടിയായി. അത് ആയി കഴിഞ്ഞപ്പോഴാണ് ആ 4 ലക്ഷത്തിൻ്റെ വില ശരിക്കും മനസ്സിലായതല്ലേ? അങ്ങനെ പറയാം. വില എന്ന് പറയാൻ ഒന്നും വിചാരിച്ച് തുടങ്ങിയതല്ല, പക്ഷെ അതായി കഴിഞ്ഞപ്പോൾ അത് എന്തൊക്കെയൊക്കെയോ ആയി, അത് അങ്ങനെ പറയാം. ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരാണ്. അത്യാവശ്യം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പുറത്തുനിന്നായാലും ഇവിടെയുള്ളവർ തന്നെ, നാട്ടിലുള്ള അധികമാർക്കും അറിയില്ല ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ള. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇതിപ്പോൾ ഈ നമ്മുടെ റോഡിൽ ഓടാൻ പറ്റുന്ന രീതിയിലാണോ? നമ്മുടെ റോഡ് എന്ന് പറയുന്നത് കുണ്ടും കുഴിയും ഇങ്ങനെ കുറച്ച് ഉയരം കൂടിയ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ പറ്റിയ ലെവലിലാണോ ഈ ലംബോർഗിനി? സാധാരണ ഒറിജിനലി പറയുകയാണെങ്കിൽ നമ്മളെ നേരത്തിൽ ഓടിക്കാൻ പറ്റുന്നതല്ല. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും ചെയ്തു വെച്ചേക്കുന്നത്. നമ്മളെ പ്രൊഫൈൽ കുറവാണ്. അപ്പോൾ ഹമ്പ് വരുന്ന സമയത്ത് കുണ്ട് കുഴി ഇതൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ഈ റോഡ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ റോഡ് തന്നെ കുറച്ച് നമുക്ക് കണ്ടാലറിയും. ഈ വിദേശങ്ങളിലൊക്കെയാണ് ഈ ലംബോർഗിനി ലംബോർഗിനി ഓട്ടാൻ പറ്റുന്ന ഒരു റോഡ് സംവിധാനമാണ് ഇനി നമുക്ക് വേണ്ട അല്ലേ? ആ ഒരു സംവിധാനം കൂടി ഉണ്ടായാൽ. അതുമാത്രമല്ല, ഇങ്ങനൊരു സാധനം നമുക്ക് കേരളത്തിൽ ഓടിക്കാനുള്ള പെർമിഷനും കിട്ടുന്നില്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുക എന്നല്ലാണ്ട് കേരളത്തിൽ പൊതുവേ ഉള്ളതാണ്. നമുക്ക് മോഡിഫിക്കേഷനും ആൾട്രേഷനും ഇല്ലീഗലാണെന്നുള്ളത് കാര്യം
നമുക്ക് കേരളത്തിലുള്ളവർക്ക് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടും നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വലിയൊരു വാഹന പ്രേമിയാണ്, വാഹനപ്രിയനാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ സമീപിച്ചാൽ എന്തെങ്കിലും ഒരു ഇളവിന് സാധ്യതയുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുറത്തെന്ന് വെച്ചാൽ തമിഴ്നാട്ട്, ബാംഗ്ലൂർ ആ ഒരു ഏരിയക്കെല്ലാം ഇത് ലീഗലാണ്. നമുക്ക് ഇന്ന വണ്ടീൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ കൂടുതൽ അറിയില്ല. എൻ്റെ എഞ്ചിൻ മാക്കി ഈ നാനോ കാറിൻ്റെ എല്ലാ പേപ്പേഴ്സും കയ്യിലുണ്ട്. പേപ്പർ നിലവിലുള്ള കയ്യിലുണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ്റെ ഇത് കിട്ടണമെങ്കിൽ അത് റിന്യൂ ചെയ്യണമെങ്കിൽ വാഹനം എങ്ങനെയാണോ ഉള്ളത് ആ ഒരു കണ്ടീഷനിൽ RT ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ പ്രൊസീജിയറൊക്കെ അറിയാമല്ലോ. അങ്ങനെ അതെന്തായാലും ആ ഒരു ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാണാൻ ആളുകളൊക്കെ വരുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിപ്പം ഇന്നലെ ഞാൻ കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ ശരിക്കും സരിൻ്റെ ഒരു ഈ ടാലൻറ്റ് എന്ന് പറയുന്നത് ഒരു ടാറ്റു സ്റ്റുഡിയോ എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു വാഹനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ കൂടിയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശരിക്കും സരിൻ്റെ ഒരു കഴിവ് പുറത്തെടുക്കേണ്ട ഘട്ടം കൂടിയാണിത്. അതെ, കഴിവ് പുറത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ടും കാണുമ്പോൾ അല്ലേ ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾക്ക് ഇത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് അറിയുന്നത്. ചെറുത് മുതലേ ഇങ്ങനെ കലാപരമായിട്ട് ഭയങ്കര കഴിവുള്ളത്. കാരണം ഡാൻസിലായാലും വരയിലായാലും പാട്ടിലായാലും ചെറുപ്പം മുതലേ എല്ലാത്തിൻ്റെ അകത്തും ഭയങ്കര ആക്റ്റീവാണ്. UP സ്കൂൾ പഠിക്കുന്നത് മുതലേ ഭയങ്കര ആക്റ്റീവാണ്. സ്പോർട്സിൻ്റെ അകത്തായാലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരാളെ ഇതാക്കുമല്ലോ. അങ്ങനെ ടീച്ചേഴ്സിന് മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും നമ്മൾ കുറച്ചൊരു മുമ്പിലെന്തില്ല മിനിയേച്ചറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ? മിനിയേച്ചർ ഉണ്ടാക്കാൻ തുടങ്ങിയതില്ല. അച്ഛനുള്ളപ്പോൾ അച്ഛൻ്റെ ചെറുപ്പം മുതലേ ഈ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് ഷീറ്റിലും കാര്യങ്ങളിലും അതേ ഇത് പാറ്റേൺ നമ്മളും കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ വന്നത്. അത് ഈ വാഹനത്തിന്റെ ഉൾഭാഗം ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളാണുള്ളത്, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അതിൽ? പ്രത്യേകത എന്ന് പറയാൻ സാധാരണ പുറം ഭാഗം മാത്രമേ ആ ഒരു ലുക്ക് ബേസ് ഉള്ളൂ. ബാക്കി ഇൻറ്റീരിയർ ഞാൻ ഹോണ്ട സിറ്റിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും പിന്നെ ബാക്കിയൊക്കെ ഞാൻ മേക്ക് ചെയ്തതാണ്. ഈ ബക്കറ്റ് സീറ്റ് ആയാലും ബാക്കിയൊക്കെ മേക്ക് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് കുഷൻ അടിക്കുന്നതും ബാക്കി അല്ലറ ചില്ലറ കാര്യങ്ങളെ ഞാൻ പുറത്തു ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ ഗിയർ സംവിധാനം അതൊക്കെ നാനോൻ്റെ തന്നെ. എൻജിൻ ബേസും ഫുള്ള് നാനോൻ്റെ തന്നെ. ബാക്കി വീലിൻ്റെത് കണക്ഷൻ, ലോവർ ആമ്പ് അപ്പർ ആമ്പ് വീലിൻ്റെ സൈസ് ഇതൊക്കെ മാറ്റിയെടുത്തത്. അങ്ങനെ നാനോൻ്റെ എന്ന് പറയാം എൻജിന് മാത്രമേ, എൻജിനും ചെറിയൊരു പീസ് ചേസിൻ്റെ ഭാഗം, ബാക്കിയൊക്കെ ജിയിലും ഷീറ്റിലും ഉള്ളത്. എന്തായാലും ഇത് ഓടിക്കാൻ ഒരു സാഹചര്യമില്ല എന്നതാണ് വിഷമം. അതാണ് ഒരു സുഖത്തിലൊന്നും ഓടിക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ലങ്ങാട് ബീച്ചിലൊക്കെ പോയി. ബീച്ചിൽ നിന്നാണ് ഇതിൻ്റെ റിവീലിംഗ് നടത്തിയിരുന്നത്. അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു. ഒരുവിധം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എന്തായാലും സരിൻ്റെ ഒരു കലാസൃഷ്ടി എന്ന് തന്നെ നമുക്ക് ഈ ലംബോർഗിനിയെ വിശേഷിപ്പിക്കാം. ഒരു നാനോ കാറാണ് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. അതിനെയാണ് സരിൻ ഈ രീതിയിൽ ഈ ലംബോർഗിനിയുടെ ഒരു മോഡലായി എടുത്തിട്ടുള്ളത്. അതായത് സരിൻ ഒരു ഈ കാറിൻ്റെ മെക്കാനിക്കോ ഒന്നുമല്ല, ടാറ്റു സ്റ്റുഡിയോ ആണ് നടത്തുന്നത്. അങ്ങനെ ചെറുപ്പം മുതൽ ഈ മിനിയേച്ചറൊക്കെ തയ്യാറാക്കി അതിൻ്റെ ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ലംബോർഗിനി ഇവിടെ ഈ മാവിലായിൽ ഒരു ലംബോർഗിനി എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. സരിൻ പറയുന്നത് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലംബോർഗിനി ഈ ഒരു മോഡൽ, ഒരു യഥാർത്ഥ വണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ സരിൻ തന്നെ ഉണ്ടാക്കിയ ആ മിനിയേച്ചർ അത് നോക്കിക്കൊണ്ട് അതിൻ്റെ അളവുകളൊക്കെ എടുത്ത് അങ്ങനെയാണ് ഈ വണ്ടി ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. എന്തായാലും ലംബോർഗിനി എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ മോഡൽ ഇതൊക്കെ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സരിൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഈ ടാറ്റു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു വാഹനം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്ന, അതായത് ഇതിൽ ആരുടെയും സഹായമില്ലാതെ ഒരു വാഹനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. എന്തായാലും ഓരോരോ ആളുകൾക്ക് ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് ദൈവം. അതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഞങ്ങൾ ആയിത്തീരണം എന്നതൊക്കെ അവനവൻ്റെ ഒരു തീരുമാനം കൂടിയാണ്. എന്തായാലും ടാറ്റു സ്റ്റുഡിയോ എന്നതിനപ്പുറത്തേക്ക് വലിയൊരു വാഹനം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സരിൻ്റെ കഴിവ് വളർന്നിട്ടുണ്ട് എന്ന് ഈ ലംബോർഗിനി ഇതിൽ കൂടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് ലംബോർഗിനിയെ സരിൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മാവിലായിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.